എനിക്ക് അപ്പോഴേ ഇപ്പൊ ഈ 800cc വണ്ടിയിലാണ് ഞാൻ ഇപ്പൊ പഠിക്കുന്നത്. അപ്പൊ ഞാൻ ഭാവിയിൽ ഇപ്പൊ ഒരു കൂടിയ പവറുള്ള വണ്ടിയിൽ പഠിക്കുമ്പോ എന്തെങ്കിലും ഡിഫറൻസ് കിട്ടും? ഓക്കെ, അത് നമ്മൾ ആദ്യം സൈക്കിളല്ലേ ചവിട്ടി പഠിക്കുന്നത്. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സൈക്കിൾ പോരാ, ഇച്ചിരി കൂടെ ഒരു ആക്സിലേറ്റർ കൊടുത്താൽ മൂവ് ചെയ്യുന്ന ഒരു വണ്ടി കിട്ടിയേക്കോളാന്ന് വിചാരിക്കും അല്ലേ. നമ്മളത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പഠിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഗിയറുള്ള ഒരു വണ്ടി കിട്ടിയേക്കോളാന്ന് വിചാരിക്കും അല്ലേ. നമുക്ക് ഇച്ചിരി കൂടെ പവറുള്ള വണ്ടി കിട്ടിയേക്കണം വിചാരിക്കും. ബൈക്ക് തന്നെ പല രീതിയിൽ പവർ കൂടിയതും കുറഞ്ഞതും ഇല്ല. അത് കഴിയുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ആഗ്രഹം കാറ് പഠിക്കണമെന്ന്. ഈ ആഗ്രഹങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാഹനം പഠിപ്പിക്കുന്നത്. നമ്മൾ തുടക്കത്തിലേ പഠിച്ചത് ഏത് വാഹനമാണ്? സൈക്കിളാണ്, മനസ്സിലായില്ലേ. പിന്നീട് അങ്ങോട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഏത് വണ്ടിയിൽ പഠിച്ചത് നമ്മൾ പിന്നീട് ചിന്തിക്കത്തില്ല. നമ്മൾ ഒരു വണ്ടി പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി പഠിക്കും. ഇപ്പോൾ 800 പഠിക്കുന്നു, ഇതിലുള്ള കാൽക്കുലേഷൻ തന്നെയാണ് വേറുള്ള വാഹനത്തിലും. അയ്യോ ഇത് ചെറിയ വണ്ടിയല്ലേ, ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ മറ്റേ വണ്ടി ഓടിക്കാൻ പറ്റുമോ, അങ്ങനെയൊന്നുമില്ല.